കിട്ടി 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 എനിക്കും കിട്ടി. അത് എല്ലാവർക്കും പറഞ്ഞിട്ട് അമ്മ എന്തിനാ വിരലും കൊണ്ട് ഇങ്ങനെ കാണിക്കണത്? കിട്ടാത്തവരുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂന്നാ. ആ അതെ, ഈ ടീച്ചർമാർ വടിയും പിടിച്ചിട്ട് പറയില്ല കേട്ടോ, കേട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പറയില്ല. അതുപോലെ എല്ലാവർക്കും വന്നിട്ട് വിരലും കൊണ്ട് ഇങ്ങനെ കാണിക്കല്. എന്തൊരു സാധനാണ് എൻ്റെ അമ്മോ. എല്ലാരും ഉപേക്ഷിച്ചമ്മ, ഈ ചെക്കനൊക്കെ ദത്തെടുത്തിട്ട് വേണം കുടുംബം തടയാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അമ്മ പറഞ്ഞു കൊടുത്തോളൂ എല്ലാ കാര്യങ്ങളൊക്കെ. അതന്നെ, ഒരു ബൾബിന് വേണ്ടിട്ട് ആരെങ്കിലും ട്രാൻസ്ഫോമർ സ്വന്തമായിട്ട് വീട്ടിൽ വെക്കുവോ? ഒക്കെ പഠിച്ചു. ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് പറഞ്ഞ് അതും കൂടി ഇല്ലാണ്ടാക്കി അമ്മ. അത് മാത്രാണോ, 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണ എന്നെ ഉച്ചക്കലത്തെ പാചകം കൂടി ചെയ്തിട്ട് 10 മണിക്ക് ഇവിടെ നിന്ന് എന്നെ ഇറങ്ങാൻ വിട്ടാ ഞാൻ 10:30ക്കാണ് എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ. അപ്പൊ അത് എന്താ അറിയില്ലല്ലോ അമ്മക്ക് അറിയില്ലല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറല്ലേ, അത് പിന്നെ വെച്ചാൽ മതി, നീന്റെ ആവശ്യമില്ലല്ലോ. അതന്നെ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പിടിച്ച് കാണിക്കാൻ നീ ഇവിടെ വേണ്ട. നീ പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പോ ആ പറഞ്ഞ സമയത്ത് പറ്റില്ല. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ എല്ലാം വെച്ച് കഴിയും. അപ്പൊ എനിക്കിത് എടുക്കാൻ പറ്റില്ല വീഡിയോ. അതൊക്കെ ആലോചിച്ചിട്ടാണ്, അതിനാണ് ഇപ്പൊ ഇത്ര കുറ്റം പറയുന്നത്. അപ്പൊ പറയാൻ തുടങ്ങി പിള്ളേർ. എന്തറിയോ, നീ അവിടെ പാചകം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂന്ന്. മനസ്സിലായില്ലേ? കുഴപ്പമില്ല അല്ലേ? എന്താ ഇപ്പൊ 1 മണിക്കൂർ വൈകിയപ്പോ എന്ത് സംഭവിക്കാനാണ്? അല്ല പിന്നെ കാപ്പൂടി കഴിഞ്ഞ് പോയി നീ ഒരു 12:30-ക്കോ ചിലപ്പോ 1 മണിക്കോ വരിക. അതുവരെ ഞാനിവിടെ ഈ ഇങ്ങനെ ഇതും പിടിച്ച് കാത്തിരിക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഒരു 10 മണിക്ക് എന്റെ എല്ലാ പണിയും കഴിഞ്ഞാ അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് എന്റെ കുടുംബ അങ്ങനെയുള്ള ഒരാള് പറഞ്ഞു തന്നാണ്. ആ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവര് പറഞ്ഞതാ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം തന്നെ എല്ലാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 9-9:30 ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണിയും കഴിയും. പക്ഷെ എന്നാലും ഒരു കാര്യം അമ്മേനെ സമ്മതിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അത് കഴിച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അപ്പം തന്നെ വന്നിട്ട് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടല്ലോ. ആ ഊർജ്ജത്തിന്റെ പവർ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചുരുണ്ട ഒരു കടത്തുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഭയങ്കര ഊർജ്ജമായിരുന്നു. ഇപ്പൊ ഉള്ള ഈ പവർ ഇതും കൂടി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരൊറ്റ കടത്താണ്. അല്ല, മേല് കഴുകലൊക്കെ വേറെ കാര്യം. അത് കഴിഞ്ഞിട്ടൊരു കടത്തുണ്ട്. എന്നിട്ടല്ലേ അമ്മ ചിലപ്പോ മെസ്സേജൊക്കെ ചിലപ്പോ വൈകുന്നേരത്തെ ഇടാറുള്ളൂ. ശരിയാണോ? അങ്ങനെ ചില സമയത്ത് ആരെങ്കിലും വന്ന് വരില്ലേ, അപ്പൊ അവരോട് ഇങ്ങനെ വർത്താനം പറയുമ്പോ ഇത്തിരി വൈകും. അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ വൈകും. അല്ലാണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ നോക്കാണ്ടിരിക്കില്ല. ആദ്യം പോയിട്ട് അത് നോക്കും, കിടന്നിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കും. നീ ആവശ്യമില്ലാത്ത പറയരുത്. ഇന്ന് സ്പെഷ്യൽ, ഭയങ്കര സ്പെഷ്യൽ. എനിക്ക് മാത്രമുള്ളതാണ് മുരിങ്ങക്കായ കൂട്ട്. നമ്മുടെ വീട്ടിൽ കാണാത്തൊരു സംഭവമാണത്. കണ്ട് എന്റെ ദൈവമേ. പച്ചക്കറി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് മുരിങ്ങക്കായാണ്. അല്ല, എല്ലാം കൂട്ടും. ഇതിപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതാ ഈ സീസൺ കഴിയുന്ന വരെ അമ്മ തന്നെ കൂട്ടുള്ളൂ. മുരിങ്ങക്കായ അതെനിക്ക് മാത്രമുള്ളതാണ്. അതാണ് കുറച്ചാണ്. അത് കണ്ടാ മനസ്സിലാവും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഇതിന് വേണ്ടത് എന്തൊക്കെ അറിയോ? അറിയില്ല. ഇതിന് കുറെ സാധനമാണല്ലോ. ഇതിന് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. ഇതിന് പിന്നെ ലോകത്തില്ലാത്ത മുഴുവൻ സാധനമാണ് അതിന്. മുളക് പൊടി, മഞ്ഞപ്പൊടി കുറച്ച്, പിന്നെ ഒരു പകുതി തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഒരു ഇത്തിരി പുളി വേണം. ഇത്ര അത് പിഴിയൊന്നല്ല, അതിലിടുകയാണ് ഞാൻ. ഇത് എന്താ പിഴിയാനുള്ളത്? അപ്പൊ അതിലിടുക. പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉണക്കമുളക്, ഇതൊക്കെ വറവിടാനുള്ളതാണ്. പിന്നെ 1 സ്പൂണ് നാളികേരം, ജീരകം, ചെറിയ ഉള്ളി കൂട്ടി ചതച്ച് വെച്ചതാണ്, അരച്ചതാണ്. പിന്നെ കുറച്ച് നാളികേരം, ഇത് വറവിടാനുള്ളതാണ്. പിന്നെ കടുക്, പിന്നെ കുറച്ച് കുരുമുളക്, അത്ര ഉണ്ട്. ഉപ്പ് ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇതില് ഉപ്പിട്ടോളൂ. എന്തുകൊണ്ടാണ് അമ്മ എപ്പോഴും ഈ കല്ലുപ്പിടുന്നത്? അതാണ് സ്വാദ്. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇളക്കി ഇത് വേവട്ടെ. വെന്തിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ കൂട്ടി വറവിടലാണ്. ഇത് ഒരു മുരിങ്ങക്കായ കൂട്ട് എന്ന് പറയും കർണാടകത്തില്. കൂട്ട് എന്ന് പറയും. അതെന്താ? അപ്പൊ ഞാൻ ഇവിടെ അതന്നെ പറയുകയാണ്. അല്ല, കർണാടകയില് കൂട്ട് എന്ന് പറയോ? കൂട്ട് ആണോ? അവിടെ ഇങ്ങനെ ഒരു കൂട്ടുന്നൊരു ഭാഷയുണ്ടോ? അല്ല, ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് മലയാളത്തില് കൂട്ട് നമ്മള് കൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് കൂട്ട്
മനസ്സിലായി. ഇവിടെ കൂട്ടെന്ന് പറഞ്ഞാൽ അത് ഇട്ട് കഴിക്കൂ, എടുത്ത് നമ്മളിവിടെ കൂട്ടിക്കോളൂ. കൂട്ടുകറിയിലൊക്കെ പറയില്ലേ, അത് വേറെ. ഇത് കൂട്ടു എന്ന് അമ്മ പറഞ്ഞാൽ അത് വേറെ. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, തമിഴ്നാട്ടിലുണ്ട് ഒരു കൂട്ട്. ഈ കൂട്ടുകറി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകറി നമ്മുടെ ഇവിടെ വെക്കുന്ന കൂട്ടുകറി വേറെയാണ്. അല്ല, കൂട്ടുകറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാം അങ്ങനെ. ആ കൂട്ടുകറി എന്ന് ഉദ്ദേശിച്ചാൽ അത് പല സാധനങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഇത്, അങ്ങനെ എന്താണ്. അപ്പൊ അമ്മ എനിക്കൊരു ചോറും മുളമ്പിട്ട് ഇത്ര കറി ഇട്ടിട്ട് ഈ കറി മോനെ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് വേറെ. ഇത് കൂട്ടി നോക്കുന്ന പറയില്ല, ആ അങ്ങനെ. അല്ല അമ്മ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ടല്ലോ, അത് കൂട്ടുകറി. മര്യാദക്ക് കറി കൂട്ടിക്കോ, കൂട്ടുകറി എന്ന് പറയാലോ. എനിക്ക് ഇഷ്ടമില്ലാത്ത കറി വിളമ്പിട്ട്, അല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കറി, എനിക്ക് ചോറ് നിൽക്കുന്നൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത കറി ചോറ് വിളമ്പിട്ട് എനിക്ക് വേണ്ടെന്ന് ചോറ് മര്യാദക്ക് കൂട്ടുകറി. അങ്ങനെയല്ല, കൂട്ടുകറി മര്യാദക്ക് കൂട്ടിക്കോ. അതപ്പോ എന്ത് കറിയാണ്? അപ്പൊ പച്ചക്കറി കൂട്ടുകറി എന്ന് പറയണം, ഇല്ലേ? അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഒരു കൂട്ടുകറി ഇത് ഓരോന്നിനും ഓരോരോ രീതി. അമ്മ നാളെ ഒരു ദിവസം ഒരു കറി വെച്ചെന്നൊരു മര്യാദക്ക് കൂട്ടുകറി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എവിടെ? അപ്പൊ ഞാൻ ചോദിച്ചു, കൂട്ടി നോക്കുക. അല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എവിടെ കൂട്ടുകറി? ഇതാകെ പരിപ്പ് കറിയല്ലേ? ഞാൻ അതല്ല പറഞ്ഞ്, ആ കറി കൂട്ട് അങ്ങനെ പറയണം. അല്ലാണ്ട് അമ്മ ഒരു ഒന്നും ഇടാത്തൊരു പരിപ്പ് കറി തന്നൊരു കൂട്ടുകറി പറഞ്ഞ് ഞാൻ എങ്ങനെയാ അമ്മ കൂട്ടിയത്? ഞാൻ പറയും, ഞാൻ ഏതായാലും കല്യാണം വിട്ട് പോയ ഉറപ്പായിട്ടും പറയും ഇതൊന്നും അല്ല കറി, കൂട്ടുകറി. എൻ്റെ അമ്മ ഒരു കറി ഉണ്ടാക്കും, കൂട്ടുകറി. അത് ദേഷ്യം വന്നിട്ട് ഉണ്ടാക്കണതാണ്. ഉണ്ടില്ലെങ്കിൽ പറയും കൂട്ടുകറി, ആ ചോറ് ഒഴിച്ചിട്ട് ആ ചോറ് ഒഴുക്കി കറി കൂട്ടുകറി പറയും. അതാണ് നമ്മുടെ വീട്ടിലത്തെ കൂട്ടുകറി. ആ അതന്നെ. ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ വല്യച്ഛൻ്റെ മകൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് പോയപ്പോ, മകളുടെ കല്യാണത്തിന് പോയപ്പോ അവിടെ എല്ലാ ബന്ധുക്കളും ഒരുമിച്ചിരുന്നപ്പോ ആ കൂട്ടുകറി വേണോ? വേണ്ട അത് ദിവസം വീട്ടിൽ കൂട്ടാറുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ദിവസം വീട്ടിൽ ചേച്ചി കൂട്ടുകറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തില്ലേ, ഇഷ്ടമില്ലാത്ത കറി വെച്ചിട്ട് കൂട്ടാൻ പറഞ്ഞ് അത് തന്നെയാണ് കൂട്ടുകറി. ആ അതുകൊണ്ട് എനിക്ക് കൂട്ടുകറി വേണ്ട പറഞ്ഞു. മനസ്സിലായില്ലേ? നമ്മുടെ ഭയങ്കര കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. അമ്മ ഈ കന്നഡത്തിൽ അതിന് എന്ത് കൂട്ടുകറിയെന്നോ? ആ ഇവിടെയും പിന്നെ മുരിങ്ങക്കായ കൂട്ട് തന്നെ പറയാ. ഇപ്പൊ നമ്മളിപ്പോ ഇത് കൂട്ടണ്ടെന്ന് പറഞ്ഞാൽ അത് നീ കഴിക്കണ്ടെന്ന് അർത്ഥം. ആ നമ്മുടെ ഭാഷയിൽ നിന്ന് ഒരു ഇത്തിരി ഭാഷ അങ്ങോട്ട് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷയായി. എന്തിനപ്പോ ഇത് ഇടുന്നത്? ഇടാണ്ടിരുന്നോടെ അമ്മയ്ക്ക്? ഇത്തിരി പുളി വേണം അതിനാണ്. അപ്പൊ അത് പിഴിയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അതങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാകെ കുറച്ചല്ലേ ഉള്ളൂ, കൂടുതലുണ്ടെങ്കിൽ പിഴിഞ്ഞിടാം. കുറച്ച് പുളി വേണ്ടോ, ഒരുപാടല്ല, ഒരു ചെറിയ. ഇത് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വന്നമ്മ, എന്റെ കാര്യമൊന്നും എനിക്ക് പിന്നെ ഓർമ്മയില്ല. എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ അത്ര വലിയ ഭംഗിയുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പൊ എന്റെ കാര്യമൊന്നും ഓർമ്മയില്ല. ഈ ചോട്ടപ്പന് എന്റെ അനിയനിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്യില്ലേ ചെറുപ്പത്തില്, അപ്പൊ എപ്പോഴും അമ്മ ഈ പുളി ഇടും പോലെ മുഖത്തൊരു കുത്തിടുണ്ടായിരുന്നല്ലോ, ഇല്ലേ? എനിക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ, ഞാൻ ചെറിയ കുട്ടി. അതന്നെ ചെറിയ കുട്ടിക്ക് ഇപ്പോ അല്ല എനിക്ക് കുത്തുവെച്ച് വന്നോ പൊട്ട് വെച്ച് വന്നോ കുത്തി വെച്ച് വന്നോ എനിക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. അത് വെറുതെ അല്ല ഇടണ്ടായിരുന്നത്, അതേപോലെയാണല്ലോ ഇപ്പൊ ഇതിലിട്ടത്. അപ്പൊ എന്തിനൊരു കുത്തു വേണം? അങ്ങനെ അല്ലമ്മ, എനിക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. എനിക്ക് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ കേട്ടിട്ടോ. നിന്നെ മാറ്റി പറയുന്നു നീ എന്താ പറഞ്ഞെന്ന് അറിയോ? അല്ല അനിയനൊക്കെ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്, എനിക്ക് ചെയ്തിട്ടുണ്ടോ ആവോ എനിക്ക് ഓർമ്മയില്ല. നിനക്ക് എങ്ങനെയാ ഒരു വയസ്സായ കുട്ടിക്ക് ഓർമ്മയുണ്ടാവുമോ? അതിനമ്മ എന്നെ പ്രസവിച്ച് കിടക്കുമ്പോഴേ എന്നെ കുളിപ്പിക്കാൻ നമുക്ക് അസിസ്റ്റന്റുകൾ ഉണ്ടായിരുന്നില്ലേ അമ്മ? അവനും ഉണ്ടായിരുന്നോ? നീ കണ്ടിട്ടില്ലേ എന്റെ ചെറിയമ്മ? അത് പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്ക്, പക്ഷെ ഫുൾ ടൈം അമ്മ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മ ഇല്ലാണ്ട് അവന് പറ്റില്ലല്ലോ. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, ആര് കൊണ്ടുപോയി വളർത്തിയാലും ഞാൻ വളർന്നോളൂല്ലോ. അല്ലേ? ആര് കുളിപ്പിച്ചാലും ഞാൻ റെഡി, വാശി പിടിക്കുന്നതില്ല. പക്ഷെ എന്നാലും നമ്മുടെ അനിയത്തി എന്ന് പറയണ നമ്മുടെ ചെറിയമ്മ ശരിക്കും എനിക്കൊരു അമ്മയും കൂടിയാണ്, അല്ലേ? എനിക്ക് മിനുവിനും ഒക്കെ അല്ലേ? നിന്നേക്കാൾ 5 വയസ്സിന് താഴെയല്ലേ ചോട്ടു? അപ്പൊ എനിക്ക് അപ്പോഴേക്കും ഒത്തിരി ബുദ്ധിയൊക്കെ ആയില്ലേ? ഇത് 10-17 വയസ്സായ കുട്ടിയല്ലേ അന്ന്. അല്ല ഒരു മിനിറ്റ്, 2 മക്കളെ പ്രസവിച്ച ഇത്തിരി ബുദ്ധിയായില്ലേ? ഭഗവാനെ ബുദ്ധിയില്ലാത്ത അന്ന് എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, 10-17 വയസ്സൊക്കെ ആവുമ്പോ
അത്രയ്ക്കൊന്നും വിവരം ഉണ്ടാവില്ല. അപ്പൊ ഒരാളടുത്ത് തന്നെ അല്ല ഏക് സെക്കൻഡ് അതിന് വേണ്ടിയിട്ട് ചെറിയമ്മ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എപ്പോഴും ഇത്രയും കുട്ടികളുണ്ട് അമ്മയ്ക്ക്. അവരൊക്കെ നോക്കുമ്പോ എന്റെ അടുത്ത് തന്നെ എപ്പോഴും ഇരിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? അത് പറ്റില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പൊ അമ്മയുടെ അനിയത്തി ചെറിയമ്മ അവര് അടുത്ത് നിർത്തി എന്താ പറഞ്ഞ എടുക്കുമ്പോഴൊക്കെ കുട്ടിയുടെ കഴുത്ത് അങ്ങനെ അങ്ങനെ. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് അമ്മ ഒരു വാക്ക് പറഞ്ഞു. എനിക്ക് ചോദ്യം ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിക്കാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത്. ഇപ്പോൾ വിനുവിനെ പ്രസവിച്ച സമയത്ത്, ചോട്ടപ്പനെ പ്രസവിച്ച സമയത്ത് നമുക്ക് ഇത്തിരി ബുദ്ധി വന്നു എന്ന്. അപ്പൊ എന്നെ പ്രസവിച്ച ആ സമയത്ത് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ബുദ്ധിക്ക് തീരെ ബുദ്ധിയില്ല. ആ സമയത്താണ് എന്നെ പ്രസവിച്ചത്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നെ മണ്ടൻ നമ്മ വിളിക്കുമ്പോൾ അത്രയും വലിയൊരു മണ്ടിക്കാണ് ഞാൻ ജനിച്ചത്. കാരണം വിനുവിനെ പ്രസവിക്കുമ്പോൾ എന്നെ പ്രസവിച്ച് 5 or 6 കൊല്ലം കഴിഞ്ഞിട്ട്, 5 പോരാ, 5ന്റെ മുകളിൽ ഒരു അരമാസം കൂടി കൂട്ടിയിടാൻ അവന് എൻ്റെ വയസ്സൊക്കെ മാച്ച് ആവുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അമ്മക്ക് ഇത്തിരി ബുദ്ധി വെച്ചു എന്ന്. എത്ര? ഇത്തിരി. അപ്പോ എനിക്കും അവനും അവനെ പ്രസവിക്കുന്ന അത്രയും വർഷം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇത്തിരിയേ ബുദ്ധിയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ പ്രസവിക്കുന്ന കാലഘട്ടത്തിൽ അമ്മ ഒരു മരം മണ്ടിയായിരിക്കും. ആ സമയത്ത് എന്നെ പ്രസവിക്കാൻ പാടുമോ? എന്നെ നല്ല സമയം നേരം നോക്കിയിട്ട് പ്രസവിക്കണ്ടേ? അതല്ല മണ്ടിന്നല്ല കുട്ടി എന്താ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ എത്ര ചെറിയ പ്രായമാണെങ്കിലും അവർക്ക് മനസ്സിലാവോ? പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പേടി. എന്താ പറയുക, ഈ കുട്ടികളെ എടുക്കുമ്പോ എന്താ കുട്ടികളെ ചെറിയ കുട്ടികളെ എടുക്കുമ്പോഴൊക്കെ അറിയണ്ടേ. അപ്പൊ കഴുത്ത് ഉടുക്കുക എന്താണ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവര് അതിനുകൊണ്ട് ചെറിയമ്മ എന്റെ അടുത്ത് തന്നെ അതൊക്കെ ഞാൻ സമ്മതിച്ചു. നമ്മുടെ വണ്ടിയിൽ വെച്ച് തരാനോ അങ്ങനെയൊക്കെ എന്താ പറയാ അറിയണ്ടേ നമുക്ക്. അപ്പൊ വെറുതെ അല്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾ പറയണത് എനിക്കിപ്പോ തന്നെ മക്കൾ വേണ്ട, കാരണം എനിക്ക് പക്വത വന്നിട്ടില്ല എന്ന്. ഈ അമ്മയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധി ഇല്ലാത്തത് കൊണ്ട്, ഒരു പക്വത ഇല്ലാത്ത കാലത്ത്, അതും തീരെ വിവരമില്ലാത്ത കാലത്ത് എന്നെ ഇങ്ങോട്ട് പ്രസവിച്ച് വേഗം ഇങ്ങോട്ട് ഇറക്കി വിട്ടു. കുറച്ച് വേഗം പ്രസവിക്കാറുന്നില്ല എന്നെ. ഈ ജനറേഷൻ ഒന്നും ആസ്വദിക്കാറുന്നില്ല എനിക്ക്. അല്ല അമ്മ ഇങ്ങനെ തീരെ ബുദ്ധി ഇല്ലാത്ത സമയത്ത് പ്രസവിക്കുമ്പോ അത്ര ബുദ്ധിയല്ലേ എനിക്കുണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് ബുദ്ധി വന്നത് എപ്പോഴാണ്? അത് വന്നിട്ടുണ്ടോ? അല്ല വന്നിട്ടുണ്ടോ? അമ്മക്ക് ബുദ്ധി വന്നില്ലെങ്കിൽ നീയൊക്കെ ഇപ്പൊ വലുതായില്ലേ? വളർന്നില്ലേ? കുഴപ്പമില്ലല്ലോ നിനക്കിപ്പോ. അത് എന്താ അമ്മ പറയാ? എങ്ങനെയൊക്കെ കാട്ടുതൈ വളരും പോലെ ഞാൻ വളർന്നോന്ന്. പക്ഷെ അമ്മയ്ക്ക് ഒന്നിനും ഭയങ്കര ബുദ്ധിയായിരുന്നു കേട്ടോ. ചെറിയ തെറ്റിനടക്കാൻ വലിയ അടി വെച്ചായിരുന്നു. ആ ബുദ്ധി അതെന്താ ആക്ഷൻ സിനിമയാണോ കൂടുതൽ? 5-8 വയസ്സൊന്നുമല്ല, 10, 16, 17 ഈ വയസ്സിലൊക്കെ അമ്മ ഓടിച്ചിട്ടിട്ട്. അല്ല അമ്മക്ക് ശരിക്കും നന്നായി ഓടുന്നുണ്ടായിരുന്നല്ലമ്മ. ഞാനൊക്കെ ഓടി വേർത്താലും അമ്മ എൻ്റെ പിന്നാമ്പുറത്തുനിന്ന് ഓടി വരുന്ന നിർത്തുണ്ടാവും. ഞങ്ങൾ വിചാരിക്കും കുറേ ദൂരം ഓടിയല്ലോ, അമ്മ തിരിച്ചു പോയിട്ടുണ്ടാവും. എവിടെ തിരിച്ചു പോണത്? ഇത് ഒരു ശ്വാസം മുട്ടലില്ല, ഒന്നുമില്ല. ഓടി എൻ്റെ പിന്നാമ്പുറത്ത് തന്നെ ഉണ്ടാവും. എങ്ങനെ ഓടിയിട്ട് എന്നെയൊക്കെ പിടിക്കണ്ടായിരുന്നു അമ്മ? എന്താ അതിൻ്റെയൊക്കെ മർമ്മമ്മ? അന്നത്തെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹെൽത്താണല്ലേ. അപ്പൊ അന്നത്തെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹെൽത്താണല്ലേ. അപ്പൊ വലിയ ബുദ്ധിയൊന്നല്ല, ചെറിയ ബുദ്ധിയാണ്. നീ ഇന്നലെ ലഡ്ഡു ആരുടെ കഥ പറഞ്ഞല്ലോ? ഏത്? ഏതോരു ഇന്നലെ കഥ പറഞ്ഞില്ലേ നീ? അതന്നെ കഴിക്കാൻ പറ്റാത്ത കാലത്ത്. കണ്ണിങ്ങനെ ഉരുട്ടി ഉരുട്ടി നോക്കണ്ട. അങ്ങനെയല്ല, തൊണ്ടയിൽ വെള്ളം ഇറക്കാൻ പറ്റാത്തപ്പോ ലഡ്ഡു കൊണ്ടുപോയി ചുണ്ടത്ത് വെച്ചു കൊടുത്തപ്പോ കഴിക്കാൻ പറ്റാണ്ട് കൊല്ലാനുള്ള ദേഷ്യത്തിൽ അമ്മ അങ്ങനെ കണ്ണുരുട്ടി നോക്കണ്ട. അതിനിപ്പോ എന്താ? ശരിയല്ലേ? അങ്ങനെയൊന്നും അമ്മേനെ ചെയ്യില്ല. അമ്മയ്ക്ക് തിന്നാൻ ആഗ്രഹമുള്ളൊക്കെ മേടിച്ചു തരും. അമ്മയ്ക്ക് ലഡ്ഡു അല്ല എന്ത് സാധനം മേടിച്ചാലും ഞങ്ങൾ മേടിച്ചു തരും. അല്ല അമ്മയ്ക്കൊന്നും അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. എന്തിനപ്പോ വേണ്ടാത്തൊക്കെ ചിന്തിക്കണത്? ഞാൻ പറയുന്നത് കേക്ക്. അപ്പൊ നീ പറഞ്ഞില്ലേ ആ ലഡ്ഡു കൊണ്ടിട്ട് അവള് കണ്ണുരുട്ടി ഉരുട്ടി നോക്കിയായിരുന്നു. അപ്പൊ അല്ലാതെ കണ്ണിങ്ങനെ വീഴ്ച നോക്കണ ഒരു ഭാഗമുണ്ട് ഒരു അമ്മമാരുടെ. അത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് നേരം വൈകി വന്നില്ലേ കൂട്ടുകാരന്മാരുടെ ഒപ്പം പോയിട്ട്. അന്ന് അമ്മ കണ്ണിങ്ങനെ തുറച്ചൊരു ഭാഗത്ത് നോക്കിയിട്ടുണ്ട്. അതല്ലേ? നിക്ക് ഞാൻ ചില സബ്ജക്റ്റിലൊക്കെ ഫെയിൽ ആയിട്ട് വീട്ടിലേക്ക് വന്ന് വരുമ്പോഴേക്കും ടീച്ചർ എങ്ങനെയെങ്കിലും അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. അന്നൊരു നോട്ടുണ്ടല്ലോ നമ്മുടെ ആ ഭാവം. അമ്മ പിന്നെ എപ്പോഴും എന്നെ ദേശത്തിലല്ല നോക്കിയത്. പിന്നെ എനിക്ക് ഏത് നോട്ടാ കണ്ടുപിടിക്കാൻ പറ്റിയ? എനിക്ക് അറ്റാക്ക് വന്നില്ലേ ആ സമയത്ത് ഞാൻ ആശുപത്രിയിൽ ഐസിയുലായിരിക്കും ഒരു നോട്ടം നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ? പേടിത്തൊണ്ടിന്റെ നോട്ടം ഐസിനുള്ളിൽ കൊണ്ടുപോകുമ്പോ എനിക്ക് എന്താ ഇവര് ചെയ്യണത്? എനിക്ക് ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട, എന്നെ പുറത്തേക്ക് വിട്ടാൽ മതി. എന്നെ ഐസിന്റെ ഉള്ളിൽ കയറ്റണ്ടാവുന്നിട്ട് പേടിച്ചിട്ട് വാശി പിടിച്ചിട്ട് അവസാനം ഒരു നോട്ടം നോക്കില്ലേ ഭാവികളെ. ശരിക്കും പറഞ്ഞോ അന്ന് നമുക്ക് മനസ്സിൽ ആദ്യമല്ലേ നമുക്ക് ഈ അനുഭവം ഇല്ലല്ലോ. അപ്പൊ എന്റെ വിചാരം എന്താ അറിയോ? എന്റെ വിചാരം എന്താ അറിയോ?
എനിക്കിനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വലിയ അവരൊക്കെ പറയുന്ന രീതിയൊക്കെ കേട്ടപ്പോഴേ പേടിയായി. തല മാന്തണ്ട. അപ്പൊ പുറത്തേക്ക് വരാൻ കഴിയില്ലേ അങ്ങനെയെല്ലാം മനസ്സിൽ തോന്നിയപ്പോ നീയുണ്ട് അച്ഛനുണ്ട്. അന്ന് പിന്നെ മരുമക്കളൊന്നും ഇല്ലല്ലോ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഇത്ര പ്രായമില്ലല്ലോ. അപ്പൊ അവനാണെങ്കിൽ ഗൾഫിലാണ്, ആദ്യമായിട്ട് പോയിരിക്കുകയല്ലേ. അപ്പൊ ആ സമയത്ത് ഈ 2 മക്കൾ തന്നെയല്ലേ, പിന്നെ മരുമക്കളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പൊ മക്കളെ രണ്ടാളിനെ കാണണം. പക്ഷെ നിന്നെ കണ്ടു, അങ്ങനെ അച്ഛനെയും കണ്ടു, അച്ഛൻ കൂടെ ഉണ്ടല്ലോ. അപ്പൊ എനിക്കുണ്ടാവില്ലേ അവനെ കാണണം എന്നുള്ള ഒരാഗ്രഹം. അപ്പൊ എന്റെ മനസ്സിൽ എന്താ അറിയോ, അവന്റെ മുഖം മാത്രം ഇങ്ങനെ ഇവരുടെ കണ്ടു, എനിക്ക് അവനെ കാണാൻ പറ്റില്ലേ. അതന്നെയായിരുന്നു എന്റെ കണ്ണില്. അവൻ അത്ര ദൂരല്ലേ, അവൻ വരുമ്പോഴേക്ക് എനിക്ക് വല്ലതും സംഭവിച്ചാൽ എനിക്ക് അവനെ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഒരു വേദനയുടെ ഭാവമായിരുന്നു. പേടി ഉണ്ട്, ഇല്ല എന്നല്ല, പേടി മരിക്കുന്നു അങ്ങനെയുള്ള പേടിയല്ല, അതുണ്ട്. എൻ്റെ മക്കൾ ഇത്ര തന്നെ ആയിട്ടില്ല, ഒരു കാര്യത്തിനും അവർ ആയിട്ടില്ലല്ലോ ഭഗവാനെ, എനിക്ക് വല്ലതും സംഭവിച്ചാൽ എന്താ, അങ്ങനെ ഒരു പേടിയുണ്ട്. പിന്നെ അവരെ കാണാൻ പറ്റാത്തൊരു വിഷമമില്ല, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അകലെയുള്ള മക്കള് കണ്ടിട്ട് 1-1.5 വർഷമൊക്കെ ആവുമ്പോൾ നമുക്കവർ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടില്ല എന്ന് തോന്നും. പിന്നെ ഈ സമയത്ത് നമുക്ക് എന്താ തോന്നുക അറിയോ, അയ്യോ എൻ്റെ മകനെ എനിക്ക് കാണാൻ പറ്റില്ലേ, ഞാൻ അങ്ങനെ തന്നെ പോവുമോ, അങ്ങനെയൊക്കെ ഒരു തോന്നും. ആ ഒരു നോട്ടം നീ കണ്ടിട്ടുണ്ടോ, അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. നീ എല്ലാ സ്ഥലത്തും പോയിട്ട് പല കഥകളൊക്കെ പറയുന്നില്ലേ, അപ്പൊ അന്ന് ഞാൻ നോക്കിയ നോട്ടത്തിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? അത് മനസ്സിലാവണമെങ്കിൽ അമ്മയുടെ പ്രായം എനിക്കായിട്ട് എൻ്റെ 2 മക്കളിൽ ഒരു മക്കൾ ഗൾഫിലോ അമേരിക്കയിലോ സിംഗപ്പൂരിലോ എവിടെയെങ്കിലും ഉണ്ടായിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഐസിയുലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എൻ്റെ ആരെങ്കിലൊക്കെ 2 പേര് നിൽക്കുക, ഒരാൾ അവിടെ കാണാണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു നോട്ടം അങ്ങനെ നോക്കും. അപ്പോഴല്ലേ എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ അമ്മ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞുതരാം കേട്ടോ. മറുപടി പറയാണ്ടിരുന്ന ശരിയാവില്ലല്ലോ. അതെ അതെ, അത് ഞാൻ തമാശക്ക് പറഞ്ഞാ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നോട്ടം ഉണ്ട് എന്താ, ഞാൻ പറഞ്ഞു തരട്ടെ. ഇതെന്തായാലും ചെയ്യാണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ പറഞ്ഞത് നമ്മൾ കേട്ടൊന്നും വരില്ല. പിന്നെ ഞാൻ എന്ന് മൂടേണ്ടി വരും, കാരണം നമ്മ കേൾക്കുകയില്ല. കാരണം അമ്മ പാചകം അത് ചെറുതാണെങ്കിലും ഒരു ബുൽസൈ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ പറയണത് കേൾക്കില്ല, ബുൽസൈലേക്ക് തന്നെ ഇപ്പൊ എന്തായാലും ചെയ്യാണ്ടത് പെട്ടെന്ന് മഞ്ഞളും മുളകും ഉപ്പും ഒരിത്തിരി പൊടി ഞാൻ പറഞ്ഞില്ലേ, അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വെന്തു വരും, പെട്ടെന്ന് വേവുമല്ലോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മക്കുള്ള മറുപടി തന്നാ മതിയോ? അപ്പൊ ആ നോട്ടായിരുന്നു നമ്മുടെ നോട്ടല്ലേ? കടുകിട്ടു. ശരിക്കും പാവ അച്ഛനും പറഞ്ഞു പേടിച്ചിട്ട് നോക്കിയാടാ നിന്റെ അമ്മ. അച്ഛനൊന്നും അങ്ങനെ പറയില്ല. അച്ഛനൊക്കെ 100 വട്ടം പറഞ്ഞു കേട്ടോ, എന്താ അവളുടെ കണ്ണില് പേടി കാണാൻ എനിക്ക് വയ്യാന്ന്. ഈ കറിവേപ്പില ഇട്ടു. ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഈ നാടകം കറിവേപ്പില മനസ്സിലായോ? അപ്പം എന്തൊക്കെ ഇട്ട് കണ്ടില്ലേ? കടുകിട്ടു, ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ടു, ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ നാളികേരം ഒന്ന് ചോക്കണം. ഈ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു പാചകം തന്നെ പലവട്ടം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന്, പല രീതിയിലാണ് ഉണ്ടല്ലോ. ഒരു ചിക്കൻ കൊണ്ട് എത്ര കറി ഉണ്ടാക്കൂടാ, 1000-2000 ഒന്നും അല്ലാതെ. എന്നിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ നിർത്തുന്നതാ. അതേപോലെ തന്നെയാണ് പച്ചക്കറി. നിനക്കത് ഇഷ്ടമില്ലാത്തോളം അമ്മ എന്നെ ഓർമ്മപ്പെടുത്തണം കേട്ടോ ഈ ചോദിച്ച ചോദ്യം. ഇത് കഴിഞ്ഞിട്ടല്ലേ അത് പറയാൻ പോയിട്ട് അതിനുള്ള മറുപടി? എനിക്ക് അല്ലെങ്കിൽ മറന്നു പോകാം, കുറെ നേരം കഴിഞ്ഞ് ഞാൻ ആലോചിച്ചതും കൂടി മറന്നു പോകും. അല്ലല്ല അമ്മ വല്ലാത്തൊരു ചോദ്യമാണ്. അല്ല അമ്മ ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ എത്ര ബുദ്ധിമുട്ടാണ്. നാട്ടുകാരൻ്റെ പച്ചമുളക് എടാ, അപ്പുറത്തുള്ളവൻ്റെ ഇപ്പുറത്തുള്ളവൻ്റെ കണ്ണി കണ്ട കാരണന്മാരുടെ അവൻ്റെ ഇവൻ്റെ ഒക്കെ കണ്ട നീ അത് മാത്രമല്ല പറഞ്ഞു, വേറെ എന്തൊക്കെ പറഞ്ഞല്ലോ ഞാൻ മറന്നുപോയി. അതാണ് പറഞ്ഞത്, മറവി ഇത്തിരി കൂടി ഉണ്ട് ഇടയ്ക്ക്. ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് എന്താണെന്നറിയില്ല, ഒരു സീസണിൽ ഒന്ന് പിടിച്ചാൽ
അത് എത്ര തിന്നാലും ഈ അമ്മയ്ക്ക് മതിയാവില്ല. അതിലേക്ക് ഇത് കൊട്ടുക. എത്ര തിന്നാലും അമ്മയ്ക്കത് മതിയാവില്ല. അത് വേറെ വേറെ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഉണ്ടാവും. അതിന് അമ്മ പറയാനുള്ള ഉത്തരം എന്താ അറിയോ? ഓരോ സീസണിൽ കായ്ക്കുന്ന കായകൾക്കും ഓരോ സീസണിൽ ഉണ്ടാവുന്ന പഴവർഗ്ഗങ്ങൾക്കും അതേ സീസണിൽ തിന്നണം മകനെ. അത് നമ്മൾ പിന്നെ ഉദ്ദേശിക്കുമ്പോൾ കിട്ടില്ല. ഇത് സീസണിൽ മാത്രം ഉണ്ടാവണമല്ലേ? പാപ്പ അല്ല എപ്പോഴും കിട്ടുകയൊക്കെ ചെയ്യും, എന്നാലും ഒരുപാടൊന്നും കിട്ടില്ല. ഇത് കിട്ടില്ല എന്ന് മാത്രം. വില ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇതുണ്ടോ, ഇത് ആയി. പിന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് അടച്ചു വെക്കാം. എന്തിനാ പറഞ്ഞാൽ ഈ നാളികേരത്തിൻ്റെ ഒക്കെ ഒരു ഇതും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു മിനിറ്റൊക്കെ മതി. കണ്ടോ, ഇത്രയും കഴിഞ്ഞില്ലേ? അപ്പോ പൊന്നാര മോനെ ഇത്ര അത് കുറച്ചുണ്ടാക്കിയത് എന്തിനാ പറയുക, എനിക്ക് വേണ്ടിയിട്ട്. അതാണ് കൂട്ട്. കണ്ട ഇതിൻ്റെ ഈ ഇതില്ലേ ഗ്രേവി, അത് കൂട്ടിയിട്ട് ചോറുണ്ണാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ അമ്മ ചോദിച്ച ചോദ്യം നാട്ടുകാരൻ്റെയും ചില കുടുംബക്കാരൻ്റെയും ഇവൻ്റെയൊക്കെ അവസാന നിമിഷങ്ങളാവട്ടെ, അവർ വയ്യാണ്ട് കിടക്കുന്ന നിമിഷങ്ങളാവട്ടെ, അവർക്ക് അസുഖം വന്ന സമയങ്ങളാവട്ടെ, അവരുടെ സീരിയസ് കണ്ടീഷനുകളിലൊക്കെ അവരുടെ കണ്ണിലും നോട്ടത്തിലും ഭാവത്തിലും സിറ്റുവേഷനിലും മനസ്സിലാക്കി ഒരു 1.5 കഥ പറഞ്ഞ എൻ്റെ പൊന്നു മോനെ, പെറ്റ അമ്മയുടെ കണ്ണിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നാണല്ലോ എന്നോട് ചോദിച്ചത്. ഞാൻ പറയട്ടെ, ആ നിമിഷം അമ്മ എന്താണ് വിചാരിച്ചത് ഞാൻ പറയട്ടെ. ആ നിമിഷം അതിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യമായിട്ട് അമ്മ വിചാരിച്ചത് ഞാൻ ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാരണം ഏതൊരു ഡോക്ടറും പറയണത് 50-50, അത് ഡോക്ടറിൻ്റെ വാക്ക്. നമ്മുടെ കണ്ണുകൾ തിരഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു അവസാന നിമിഷം എന്നൊക്കെ പറയാം. ഒരു വ്യക്തി അങ്ങനെയാണ് ആ സമയത്ത് ചിന്തിക്കുക. ആ അവസാന നിമിഷത്തിൽ ഈ കണ്ണടഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ ജന്മം നൽകിയ എൻ്റെ മക്കളെയും എൻ്റെ ഒപ്പം ജീവിച്ച എൻ്റെ ഭർത്താവിനെയും കണ്ണെറിച്ച് കാണണം. അത് കണ്ണിൽ നിറഞ്ഞ് വേണം ഞാൻ അഥവാ ഇവിടുന്ന് ആവാൻ പോവുകയാണെങ്കിൽ എൻ്റെ കണ്ണുകളിൽ മായാതെ ആ ചിത്രം നിൽക്കണം. കാരണം എന്തറിയോ, ഈ മരിക്കണ സമയമുണ്ടല്ലോ, അത് ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയണത്. ഒരു മരിക്കണ സമയത്ത് അവസാനം കണ്ട കാഴ്ച ആ കണ്ണിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഫോട്ടോ ഫ്ലാഷ് പോലെ ഉണ്ടാവുമെന്നാണ് പറയണത്. ആ കണ്ണിൻ്റെ ചിത്രം പതിഞ്ഞിട്ടുണ്ടാവും. ആ മരിച്ചു കിടന്നിട്ടുണ്ടാവും, ആ വ്യക്തി അവിടെ നിന്ന് പോയിട്ടുണ്ടാവും, പക്ഷെ ആ പിക്ചർ ആ കണ്ണിനുള്ളിൽ ഉണ്ടാവും അത്ര. അപ്പോൾ അതുപോലെ തന്നെ ഒരമ്മ മനസ്സ് ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രസവിച്ച എൻ്റെ 2 മക്കളെ, അല്ലെങ്കിൽ അവർക്ക് എത്ര മക്കളുണ്ടോ അത്ര മക്കളെ, എൻ്റെ കണ്ണ് അടയില്ലേ, ഈ കണ്ണ് വീണ്ടും എനിക്ക് തുറക്കാൻ പറ്റുമോ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഞാൻ ഈ കാഴ്ചകൾ കാണാൻ പറ്റുമോ, എൻ്റെ ഈ മക്കളെ പിന്നെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ അതീവമായ വിഷമമാണ് നമ്മുടെ കണ്ണിലത് ഞാൻ കണ്ടത്. ശരിയാണോ? ആ കണ്ണ് അത് പറയില്ല. അപ്പോൾ ആ ഒരു വിഷമം തന്നെയാണ് ഈ ഭൂമിയിലുള്ള ഓരോ അച്ഛനമ്മമാരുടെ കണ്ണുകളിലും. നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോവുകയാണെന്നുള്ള പേടി വരുന്ന സമയത്ത് അവൻ്റെ ഒക്കെ മനസ്സിൽ തോന്നുന്ന ഒരേ ഒരു വികാരമുള്ളൂ, ഞാൻ ജന്മം നൽകിയവർ, എൻ്റെ ഒപ്പം ഉണ്ടായ എൻ്റെ മക്കളും മരുമക്കളും ഇവരൊക്കെ എൻ്റെ ചുറ്റുവട്ടത്ത് ഉണ്ടാവണം. ഞാൻ കണ്ണടയുമ്പോൾ അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടണേ എന്നുള്ളൊരു ഫീലിംഗ് അവൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് വരും. ആണോ? ഇത് തന്നെയാണോ അമ്മ ചിന്തിച്ചത്? ഇത് അമ്മ മാത്രമല്ല. അപ്പം പറഞ്ഞാൽ പിന്നെ അമ്മ ഒരു ചോദ്യം ചോദിക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ അമ്മമാരും ചിന്തിക്കുക ഇങ്ങനത്തെ. പിന്നെ ഒരു സത്യം നമുക്കറിയോ, ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിലും മരണപ്പെടുന്ന സമയം ചിലപ്പോൾ ബുദ്ധിഹീനനായ ഒരു മനുഷ്യനായിരിക്കുക. കാരണം ബുദ്ധി ഇല്ലാണ്ട് എന്തെങ്കിലും മൈൻഡ് അപ്സെറ്റായി അങ്ങനെയൊക്കെ മരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുക. അങ്ങനെ എന്ത് സംഭവിച്ച് മരിക്കുന്ന മനുഷ്യനാണെങ്കിലും, ഫുള്ള് ഓർഗൻസ് മുഴുവൻ തളർന്നുപോയി പൂർണ്ണമായ ആക്സിഡൻ്റായിട്ട് മരിക്കുന്ന മനുഷ്യനാണെങ്കിലും, മരിക്കുന്ന ഏതാണ്ട് 10 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ഈ തലച്ചോറ് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും അത്ര. അതെന്താണെന്നറിയോ നമുക്ക്? ഈ തലച്ചോറ് പ്രവർത്തിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചത് മുഴുവനും 10 മിനിറ്റിനുള്ളിൽ മെമ്മറിയിലേക്കും പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും എല്ലാം പോയിട്ട് ഇതുവരെ നീ എന്ത് ചെയ്തു അത് മുഴുവൻ റീകളക്ട് ചെയ്യുന്നു നമ്മുടെ ഈ ബ്രെയിന്. അതെങ്ങനെ അറിയോ? നമ്മളൊരു ബിഗ് ബോസ് കാണുമ്പോൾ എന്നൊരു മത്സരത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കാണണമെന്ന് പറയില്ലേ? അതുപോലെ തന്നെ ദൈവം നീ എന്ത് ചെയ്തു എന്നറിയിക്കുകയാണെന്നാണ് നമ്മുടെ ആൾക്കാരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ, വിജ്ഞാനികളുടെ കണ്ടുപിടുത്തങ്ങൾ, സയൻറ്റിസ്റ്റിൻ്റെ ഡോക്ടറുടെയൊക്കെ കണ്ടുപിടുത്തം പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ ബ്രെയിൻ ഇത്രയും പവറിൽ ഇത്രയും സ്പീഡിൽ വർക്ക് ചെയ്യണം, ഈ മെമ്മറി ഫുൾ കളക്ട് ചെയ്യണമെന്ന്. കാരണം നീ എന്ത് ചെയ്തു, ഇവിടെ നീ എന്താണ് ചെയ്തു പോയതെന്ന് നീ തന്നെ ചിന്തിക്കാനുള്ള സമയം നൽകുന്നവരാണത്. അത് വേറെ പ്രവർത്തിക്കാത്ത, അത്രയും സ്പീഡായിട്ട് പ്രവർത്തിക്കാത്ത ആ ബ്രെയിന് ഒരുപാട് മെമ്മറീസിലേക്ക് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെയാണ് ഓരോ അമ്മയുടെയും കണ്ണുകൾ അന്ന് തിരഞ്ഞിട്ടുണ്ടാവുക. എൻ്റെ അമ്മയുടെ കണ്ണ് തിരഞ്ഞ പോലെ അല്ലേ? പിന്നെ 2ാമത്തെ പ്രാവശ്യം ഉണ്ടായപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അന്ന് നീയുണ്ട്, അച്ഛനുണ്ട്, അനുമോളുണ്ട്. പിന്നെ എനിക്ക് വലിയ പേടി തോന്നിയില്ല. എന്താ പറയുക, ഞാൻ തിരിച്ചു വരും, അത് ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കും, അങ്ങനെ ഒരു പേടി എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. ഒരു കോൺഫിഡൻസ് അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യം അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ
എന്തൊക്കെ പറഞ്ഞാലും അമ്മ ചോദിച്ചതിനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നൽകിയോ. ഓ പക്ഷെ എന്നാലും എൻ്റെ അമ്മ ഈ ഒരു ചെറിയ ബുദ്ധിക്കുള്ളത് ഇങ്ങനൊരു ചോദ്യം അമ്മ ചോദിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയും കൂടി കിട്ടിയില്ല കേട്ടോ ആർക്ക് ചെറിയ ബുദ്ധി? എനിക്ക്. അപ്പോൾ അല്ല അമ്മയുടെ ചെറിയ അല്ല വലിയ ബുദ്ധി മതി മതി മതി. ഒപ്പം എടുക്കുക എന്തെങ്കിലും എന്താണ് അമ്മ തിരയണത് അതെനിക്ക് മനസ്സിലായില്ല. വേറെ എന്താണത്? കാണിക്കേ. അമ്മ മുളക് തേച്ച സാധനം അത് എവിടേക്കായിരിക്കും അമ്മ തല്ല? മണ്ടയ്ക്കോ? അല്ലല്ല തല്ലിയല്ല, ഇതിനകത്ത് കണ്ണിലാ. കണ്ണിലങ്ങനെ തേക്കും. അപ്പോൾ അമ്മയുടെ ഒരു ബുദ്ധി ആലോചിക്കണേ. നിങ്ങൾ ആലോചിക്കട്ടോ അമ്മയുടെ ഒരു ബുദ്ധി. ഇന്നലെ ഞാൻ പറഞ്ഞ കഥ അതിന്നൊരു ലൈൻ എടുത്ത് കട്ടിട്ട് എന്നിട്ട് അവന്റെ കണ്ണിന് കണ്ടു ഇവന്റെ കണ്ണിന് കണ്ടു എൻ്റെ കണ്ണിന് നീ കണ്ടില്ലേ ചോദിക്കുമ്പോ എന്തായിരിക്കും എന്നെ തോൽപ്പിക്കാനുള്ള നമ്മുടെ വാശി. നീ പെട്ടെന്ന് എന്താ മറുപടി പറയാ? ഭയങ്കര ബുദ്ധിശാലിയല്ലേ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു മുരിങ്ങക്കായ കൂട്ടു അങ്ങനെ പറയാം കന്നഡക്കാര്. അപ്പോ ഇതിന് ഞാനും മറ്റേ മറുപടി പറയാണ്ടിരുന്നെങ്കിൽ പറയാൻ പറ്റാണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും മകനെ അവന്റെ കണ്ണിൽ കണ്ടു ഇവന്റെ കണ്ണിൽ കണ്ടു സ്വന്തം അമ്മയുടെ കണ്ണിൽ കണ്ടില്ല ഞങ്ങളുടെ ചേച്ചിയമ്മയുടെ കണ്ണിൽ കണ്ടില്ലല്ലോ വന്നിട്ട് എന്നെ പൊന്നാലായിട്ടും വന്നിട്ടല്ല അമ്മ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. പാവി അമ്മ, എനിക്കറിയാമ്മ എന്തിനേങ്ങനെ എന്നെ ഒന്ന് കുത്തുന്നു വന്നിട്ട് അമ്മ ഒന്ന് കുത്തിയതാണ്. അമ്മേൻ്റെ ഒപ്പം ഇത്രയും നേരം നിന്നിട്ട് അമ്മേനെ സഹായിക്കണേ എനിക്കിട്ട് തന്നെ വേണമല്ലോ അമ്മ പണി. ഇരിക്കട്ടെ അമ്മയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ. മുരിങ്ങക്കായ ഇഷ്ടമുള്ളവരൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മെഴുക്കുവരട്ടി തോരനൊക്കെ വെക്കാനേക്കാളും ഈ കൂട്ട് അതിന്റെ ഈ ഇതില്ലേ എന്താ പറയാ ഗ്രേവി കുറച്ച് ഗ്രേവി ഉണ്ടാവില്ലേ അത് കൂട്ടിയിട്ട് നിങ്ങൾ ചോറുണ്ണ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കൂടെ ഒരു അച്ചാറോ പപ്പടം ഉണ്ടെങ്കിൽ മതി. ഇവിടെ ആണെങ്കിൽ മുരിങ്ങക്കായന്റെ സീസൺ കഴിയുന്നവരെ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കൂട്ടിക്കോളും. അച്ഛനും മകനും രണ്ടാളും കഴിക്കില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് മാത്രം മതി ചോറുണ്ണ. അപ്പൊ എല്ലാ